കാറിൻ്റെ മ്യൂസിയമാണിത്. പഴയകാല ഇത് പഴയകാല വണ്ടികളുടെ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ഏത് വരെയാണെന്നുള്ളതായിരിക്കാം ഇതിൻ്റെ. പിന്നെ ഉണ്ടായിരുന്ന വണ്ടിയാണിത്. പിന്നെ നമ്മൾ ഈ വണ്ടിയിലേക്ക് മാറി. വണ്ടികളെ നീക്കി ഇതൊക്കെ ചിലപ്പം കാറയോ കുറിയോ കുറച്ച് വലുതായിരിക്കാം. പിന്നെ പിന്നെ ഈ കാറിൽ നന്നായിരിക്കും. കാറിൽ തോന്നുന്നു ഇത് നേരെ നമ്മൾ ഈ കാറിൽ പോകും. പിന്നെയാണ് വലിയ വലിയ വണ്ടികൾ 2029 ഇറങ്ങിയ വണ്ടിയായിരിക്കും. പിന്നെ നേരെ 1934 ഇറങ്ങിയ വണ്ടി. പിന്നെ പഴയകാല വണ്ടി 1946 ഇറങ്ങിയ മിറർ സീരീസ്. മിററല്ല കേട്ടോ, ബോറസ 8 സീരീസ്. ആ കൊല്ലം തന്നെ വണ്ടിയായിരിക്കാം ഇത്. അതൊക്കെ ഏകദേശം കളക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തുള്ളതായിരുന്നു. നല്ല വലിയ വണ്ടിയാട്ടത്. ഇത് ബടാ സൈസ് വണ്ടി. ഉദ്ദേശിക്കുന്ന മറ്റൊക്കെ കണ്ട് ചെറുതാണെങ്കിലും ഇപ്പോൾ വണ്ടി വലിയാണ്. ഇത് 1929. ഇതിൻ്റെ വലിയ വണ്ടി. ഇത് നല്ല വലുതാണ്. നമ്മുടെ ടി വിയിലൊക്കെ കാണുന്ന ടൈപ്പ് വണ്ടിയാണ്. 1937 വണ്ടി. വർക്ക് ചെയ്യുന്ന അറിയില്ല, ഈസി ആണല്ലോ. ബടാ സൈസ് വണ്ടി, അടിപൊളി. ഇത് യൂസ് ചെയ്ത വണ്ടിയായിരുന്നു ഉദ്ദേശിച്ചത്. നമ്മുടെ കാലത്തുള്ള വണ്ടിയാണ്. കാലഘട്ടം ഈ വണ്ടിയിൽ നിന്നും ഈ മീൻകാര വണ്ടി, MIT മൂസ വണ്ടി, പിന്നെ സാധാ ബജാജിൻ്റെ വണ്ടി, പിന്നെ ഇതും കുറേ സിനിമകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന മോഹൻലാൽ യൂസ് ചെയ്ത, മുകേഷ് യൂസ് ചെയ്ത വണ്ടികളതായി. ഇത് മനോജ് കെ ജയൻ്റെ ഒക്കെ സീറ്റിൻ്റെ ബാക്ക് സൈഡ് ഒഴിവാക്കിയെടുക്കുക ഓർമ്മ വരുന്നത് കാണുമ്പോൾ. ഇത് ശാലിനി നിറത്തിൽ യൂസ് ചെയ്ത വണ്ടി. അത് ചേച്ചി നിറത്തിൽ യൂസ് ചെയ്ത് നല്ല ഉദ്ദേശിച്ചിട്ടോ, അവരതിൽ ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടിയെന്ന് ഉദ്ദേശിച്ചു. ഇതൊക്കെ പഴയകാല സിനിമകളിലൂടെ ഞാൻ കണ്ട വണ്ടികളാണ് ഇതൊക്കെ. പിന്നെ ബുള്ളറ്റുകളുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരുപാട് ഇപ്പോഴും ഒരുതര കയ്യിലുള്ള സാധനം തന്നെയാണെന്ന് തോന്നുന്നു, റോയൽ എൻഫീൽഡ്. പിന്നെ ഈ വണ്ടി ഇതൊക്കെ ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ ഇപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഈ വഴച്ച വണ്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് 1947 മോഡലുള്ള വണ്ടിയായിരുന്നു. ഇതും അതേപോലെ തന്നെ പഴയ കാലഘട്ടത്തിലുള്ള വണ്ടികളാണ്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ പണ്ടത്തെ കാറുകളുടെ ഒരു മോഡലും ഇതിലുണ്ട്. അതിൽ ഒന്ന് ഓരോന്ന് എങ്ങനെയാണെന്നൊക്കെ ഇതുണ്ട്. അതാ പണ്ട് കാലത്ത് ഇങ്ങനത്തെ കാറുകൾ യൂസ് ചെയ്തതിൻ്റെ പിക്ചേഴ്സും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് മൈസൂരിൽ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു സ്പോട്ട് എല്ലാവരും കണ്ടിരിക്കണം. നല്ല ഭംഗിയുണ്ട്. വിചാരിക്കണ പോലെയൊന്നുമല്ല, കാണാൻ അത്യാവശ്യമുണ്ട്. ഇത് എൻട്രി ഫീ ആയിട്ട് 100 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസിൻ്റെ ആവശ്യം വേണ്ട. ഇത് 1952 മോഡലിലുള്ള വണ്ടിയാണ്. ഇതും 1952 മോഡലിലുള്ള വണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ. ഇതൊക്കെ
പണ്ടത്തെ അംബാസിഡർ പോലത്തെ വണ്ടി. ഇതൊക്കെ ടി വിയിൽ കണ്ട് പരിചയമുണ്ട്. ഇപ്പോഴും ടാക്സി ആയിട്ട് ഇതാണോന്ന് അറിയില്ല കേട്ടോ. എനിക്ക് വണ്ടീനെ പറ്റി ഒരു കാര്യം അറിഞ്ഞൂടാ. സുജാത അതിൻ്റെ മോള് നന്നായിട്ട് കന്നഡ വായിക്കും. അതുകൊണ്ട് ഒക്കെ അതിൻ്റെ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി അത് തുടരുത് എന്നാണ്. പിന്നെ ഇതൊക്കെ നല്ല നീട്ടം വലിപ്പുള്ള വണ്ടികളാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഇതിലുണ്ട്. അതെ, മുന്നിൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു പിക്ചർ പോലെ ചെറുതുണ്ട്. സ്റ്റെയർ ഭയങ്കര വലുതാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും സ്റ്റെയർ ഭയങ്കര വലുതാണ്. സ്റ്റിയറിങ് ഒരുപാട് 3 തട്ടുള്ളതാണ് കേട്ടോ. 1 2 3 സ്പേസ് നന്നായിട്ടുണ്ട്. 1960 കാലത്തുള്ള ഈ കാറ്. പിന്നെ ഒരു ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് വണ്ടികളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ഇത് കാണാൻ പോകുന്നതാണ് കുറച്ചും കൂടി പഴക്കം കുറഞ്ഞ വണ്ടിയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലൂ കാറാണ്. ഇത് പക്ഷേ ഗ്രീനും ബ്ലൂവും മിക്സ് പോലെ ഗ്രീൻ കളറും പോലെ തോന്നുന്നത് ബ്ലൂ. ലാസ്റ്റ് 1965 മോഡലുള്ള വണ്ടി. അടുത്ത വണ്ടി ഇതാണ്. അടുത്ത വണ്ടി ഇതാണ്. 1947. കുറേ സിനിമകൾ നമ്മളിത് കാണുന്നുണ്ട്. ബാക്കിൽ അതിൻ്റെ ഒരു ആ കാറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണെന്ന് തോന്നുന്നു. വലിയ ഐഡിയ ഒന്നും ഇതിനെപ്പറ്റി എനിക്കില്ല. ആദ്യമായിട്ട് വരുന്നതാണ്. എല്ലാവരും വരികയാണെങ്കിൽ ഇത് കാണണം. എല്ലാവരും മൈസൂരിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്പോട്ട് കാണണം. നല്ല രസമാണ് കാണാൻ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ വണ്ടികൾ ഇനിയും കാണാനുണ്ട്. വ്യൂ മുഴുവൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ താഴേക്കാണ് പോകുന്നത്. താഴേക്ക് പോയി ദിയൻ്റെ കുറച്ച് കോഷ്ടിക്കളികളുണ്ട് എന്ന് വിചാരിക്കണ്ട. അവൾ എവിടെയെങ്കിലും വീഴുന്നവരെ അവൾ ഡാൻസ് കളിച്ച് പോകും. നമ്മളെ കൂടെ വന്ന ആൾക്കാർ എവിടെയാന്ന് പോലും അറിയില്ല. ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തരാ നടക്കുകയാണ്. ഒരുപാട് കാണാനുണ്ട്. സ്കൂൾ കുട്ടികൾ വരാറുണ്ടെന്ന് തോന്നുന്നു. ആ സ്കൂൾ കുട്ടികൾ ഒരുപാട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് കാണുന്നില്ല. കാറിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത കാരണം ഒന്നും ഇങ്ങനെ കാണാനില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാം. മേലെ കണ്ടുപോലത്തെ താഴെ ഇതുപോലെ വണ്ടികളുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഉണ്ടാവട്ടെ. ആ ഈ പണ്ടത്തെ അംബാസിഡർ കാറ്, ടാക്സി കാർ. അതൊന്നും കാണിക്കേണ്ട വെച്ചിട്ട് ഇങ്ങനെ പോണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഒരാളെ പിക്ചറൂടെ ആരാണെന്ന് എനിക്കറിയില്ല. മ്യൂസിയത്തിന് കൊടുത്തതായിരിക്കണം. ഒരു അറിവില്ല കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പണ്ടത്തെ ലോറികൾ. പിന്നെ ഇതാ മിലിറ്ററി വണ്ടി. വണ്ടിയാണെങ്കിൽ കറങ്ങുന്നുണ്ട്. അതാ കറങ്ങുന്ന വണ്ടി. പക്ഷേ ജീവനൊന്നുമില്ല.
ഈ സാധനം കറങ്ങുന്നത് കൊണ്ട് ഈ വണ്ടിയും കറങ്ങാണ്. ഈ ലോറി വാ. എത്രാമത്തെ 1980 കാലഘട്ടത്തിലെ വണ്ടി. ഇതൊക്കെ പഴയകാല സിനിമകൾ ഞാൻ കണ്ടു. 1996 കാറുകൾ. മൈസൂരിൽ ഞാനൊരു വട്ടം വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മൈസൂർ പാലസിൽ പോയപ്പോൾ രാജാവിൻ്റെ കിരീടമൊക്കെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ 1967 കാലഘട്ടം. പിന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കട്ടെ. നമ്മൾ ഇത്രയും നേരമായിട്ടൊരു ഫോട്ടോ പോലും ഞാനും മോളും എടുത്തിട്ടില്ല. ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകും. അല്ലാതുണ്ട് കേട്ടോ JCB ഒക്കെ സാധനങ്ങളൊക്കെ. ഒരു കാറിന്റെ പാർട്സ് സീറ്റ് പാർട്ടായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ കാറിൻ്റെ പാർട്സൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് മോളോ എൻജിൻ പോലുള്ളൊരിതുണ്ട്. പക്ഷേ ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള ഇതുണ്ട്, എന്തൊക്കെ പാർട്സ് ഉണ്ട് എന്നൊക്കെ. കാറിന് എന്തൊക്കെ പാർട്സുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും. ബോഡി ഫ്രണ്ട്ലി. നമ്മളിവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാനും മോളും ഇവിടുന്ന് പിരിയാണ്.